ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വ്ലോഗിലോട്ട് സ്വാഗതം. ഇന്നിതാ എൻ്റെ കാലത്ത് ഓർഡറെല്ലാം കഴിഞ്ഞ് ഞാനിതാ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണ് കേട്ടോ. പെട്ടെന്നായി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ റവ മാവാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. എനിക്ക് അടുത്തൊരു ഓർഡറും കൂടെ ഉണ്ട്. പാലൊക്കെ കൊണ്ടുവന്ന് ഇതാ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ അടുത്ത ഓർഡറും പൊരിച്ച പത്തിൻ്റെ ഓർഡർ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിന് മാവ് പട്ടാനുള്ള വെള്ളമൊക്കെ ഞാനിതാ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിത്തിരി വലിയ ഓർഡറാണ് കേട്ടോ. ഉച്ചയ്ക്ക് 2:30ക്കാണ് കേട്ടോ കൊടുക്കേണ്ടത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതും പിന്നെ അതിനെ നിൽക്കാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ. അതിന് ഉപ്പുമാവൊക്കെ റെഡിയായി. പിന്നെ ഇതാ കട്ടൻ ചായയൊക്കെ വെച്ചിട്ട് ഞാനൊക്കെയും കൂടെ ഇതാ കഴിക്കാൻ പോവുകയാണ്. മക്കൾക്ക് സ്കൂളിലാത്തതുകൊണ്ട് അവർ എണിച്ചിട്ടുള്ളൂ കേട്ടോ. പിന്നെ അവരിപ്പോൾ കഴിക്കില്ല എന്ന് പറഞ്ഞു. പിന്നെ ഞാനൊക്കെയും കൂടി ഇരുന്ന് കഴിക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കൽ കഴിയുമ്പോഴേക്കും ഇതാ വെള്ളമൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ മാവ് വാട്ടാനുള്ള വെള്ളമൊക്കെ ഒന്ന് വേഗം റെഡിയാക്കി എടുക്കുകയാണ്. ഉള്ളിയും തേങ്ങാക്കൊത്തും പിന്നെ ജീരകവും എള്ളൊക്കെ ഞാനിതാ എണ്ണയിൽ വറുത്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ അതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ചു, ആവശ്യത്തിനുള്ള ഉപ്പിട്ടു. ഇനി നന്നായി തിളച്ച ശേഷം നമ്മുടെ മാവ് ഒട്ടി കൊടുക്കണം കേട്ടോ. ഇതിൻ്റെ റെസിപ്പിയൊക്കെ നമ്മുടെ ചാനലിൽ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട്. പത്തിരിക്ക് മാവ് വാട്ടുമ്പോൾ എപ്പോഴും ഉപ്പ് കറക്റ്റാണോ നോക്കണം കേട്ടോ. ഉപ്പ് കറക്റ്റായാലും കേട്ടോ നമ്മുടെ പത്തിരി നന്നാവുള്ളൂ. അങ്ങനെ ഞാൻ ഉപ്പൊക്കെ നോക്കി ഉപ്പൊക്കെ കറക്റ്റാണ് കേട്ടോ. പിന്നെ ഇതാ മാവിനെ അങ്ങോട്ട് കൊട്ടി കൊടുക്കുകയാണ്. മാവ് കൊട്ടിക്കൊടുത്തിട്ട് പിന്നെ ഇളക്കണത് നിൽക്കുകയാണ് കേട്ടോ. മാവൊക്കെ വാട്ടിയെടുത്തതിന് ശേഷം ഇതാ മെഷീനിലിട്ട് അതിന് കുഴച്ചെടുക്കുക. സമയം ഇപ്പോൾ ഒരു 9 മണിയാണ് കേട്ടോ ആയിട്ടുള്ളൂ. മാവൊക്കെ കുഴച്ചെടുത്തത് ആ പരത്തി റൗണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാനിതിനെ വേഗം പൊരിച്ചെടുക്കുകയാണ്. പൊരിച്ച പത്തിരിനെ കൊണ്ടുവന്നിട്ട് ഇതാ പരത്തി ചൂടാറാൻ വെക്കും കേട്ടോ. ആയതായത് ഇതുപോലെ ചൂടാറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പരത്തി വെക്കുകയാണ് കേട്ടോ ചെയ്യുക. ഒരു 12 മണിയൊക്കെ ആയപ്പോൾ നല്ല വിശപ്പിട്ടോ. പിന്നെ ഇതാ പഴമൊക്കെ എടുത്തിട്ട് ഇക്കാക്കും കൊടുത്തിട്ട് ഞാനിതാ കഴിക്കുകയാണ്. അങ്ങനെ 10 മണിയൊക്കെ ഇതാ ഏകദേശം കഴിയാനായിട്ടുണ്ട്. ഇതും കൂടി ഉള്ളൂ കേട്ടോ ഇനി ഉണ്ടാക്കിയെടുക്കാൻ. പിന്നെ ഇതാ മെഷീനിലൊക്കെ ഞാൻ കുറച്ച് വെള്ളം ഇട്ടുണ്ടാകും കേട്ടോ. അതൊക്കെ ഒന്ന് കുതിർന്ന് കിട്ടാൻ. അങ്ങനെ പത്തിരിയെല്ലാം ആകുമ്പോഴേക്കും 2 മണി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒക്കെ ഇതാ അട്ടപ്പെട്ടിയിൽ പേപ്പറൊക്കെ വിരിച്ച് വന്നിട്ടുണ്ട്. പിന്നെ ഞാനിതാ വേഗം അതിനേക്കൊന്ന് പാക്ക് ചെയ്യണം.
പത്തിരി 3 മണിയാകുമ്പോഴേക്കും നമ്മൾ പറഞ്ഞ സ്ഥലത്ത് കൊണ്ടു കൊടുക്കണം കേട്ടോ. ഇവിടുന്ന് 2:30-ക്ക് പോയാലാണ് കേട്ടോ അവിടെ 3 മണിയാകുമ്പോഴേക്കും എത്തുള്ളൂ. പിന്നെ ഇതൊക്കെ കുളിയൊക്കെ കഴിഞ്ഞ് റെഡിയായി വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ഇക്കും കൂടിയാണ് കേട്ടോ പിന്നെ പാക്ക് ചെയ്യണത്. അങ്ങനെ പത്തിരി എല്ലാം എണ്ണി പാക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. 6 അട്ടപ്പെട്ടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കും അവർ വിളിച്ചു കേട്ടോ പത്തിരി കൊണ്ടുവന്നില്ലെന്ന് ചോദിച്ചിട്ട്. പിന്നെ വേഗം അതിൻ്റെ വണ്ടി കൊണ്ടേക്കാണ്. അങ്ങനെ അട്ടപ്പെട്ടികളൊക്കെ വണ്ടി കൊണ്ടുവച്ചു. അങ്ങനെയൊക്കെ പോയിട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഞാനിതാ ഗേറ്റൊക്കെ ഒന്ന് അടക്കുകയാണ്. കുറേ പണിയുണ്ട് കേട്ടോ. കുറേ പാത്രങ്ങളിലുണ്ട്. ഇവിടേക്ക് ഒന്ന് വൃത്തിയാക്കണം. ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ എല്ലാ കൂട്ടുകാരും സപ്പോർട്ട് ചെയ്യണം. എൻ്റെ അഭിപ്രായങ്ങൾ എന്തായാലും ഒന്ന് കമൻറ്റും ചെയ്യണം കേട്ടോ. അടുത്തൊരു വീഡിയോ ഞാൻ ഇനി വരാം. എല്ലാ കൂട്ടുകാർക്കും ബൈ.